രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആ നദിയില് രാത്രിയാകുമ്പോഴേക്കും പലതരം മൃഗങ്ങൾ കാടുകളിൽ നിന്ന് ഇറങ്ങി അവയ്ക്ക് വരാൻ പ്രത്യേകം വഴികളുണ്ട്. ആ കാട്ടുവഴികളിൽ കൂടിയാണ് അവ വരിക. അവ ഈ സരയൂ തീരത്തേക്ക് വരും. നിപാനെ മഹിഷം രാത്രൗ ഗജം വാഭ്യാഗതം മൃഗം. ഈ കടവുകളില് വെള്ളം വന്ന് വീഴുന്ന ആ ഇടങ്ങളില് കാട്ടുപോത്തുകൾ വരും, ആനകൾ വരും, മാനുകൾ വരും, അല്ലെങ്കിൽ അന്യദ്വാ ശ്വാപതം കിഞ്ചിത് മറ്റേതെങ്കിലുമൊക്കെ മൃഗങ്ങള്, പല പ്രകാരത്തിലുള്ള കാടുകളിലെ മൃഗങ്ങള് ജലപാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു ചേരും. ആ അവസരത്തില് ജിഘാംസുര ജിതേന്ദ്രിയ ഇവിടെ ഇരുന്നു കഴിഞ്ഞാല് അവ എന്റെ ശരത്തിന് ഭക്ഷണമായി തീരും. എനിക്ക് അവയെ വേട്ടയാടാൻ കഴിയും. അങ്ങനെ അവയെ അമ്പ ചെയ്ത് കൊല്ലുന്നതിലുള്ള ഔത്സുക്യത്തോടുകൂടി ഞാൻ ആ സരയുവിന്റെ തീരത്ത് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ചെന്നിരുന്നു. ക്രമേണ രാത്രി നല്ലവണ്ണം ഇരുണ്ടു. പകല് പോലും മേഘാവൃതമാക്കൊണ്ട് ഇരുട്ട് നിറഞ്ഞു നിൽക്കും. പോരാത്തതിന് നിബിഡമായ വനമാണ്. മധ്യാഹ്നത്തിൽ പോലും ഇരുട്ടാണ്. ഇപ്പൊ പോരാത്തതിന് ഇതാ രാത്രിയും വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ രാത്രിയില് ഞാൻ ഏറെ നേരം കാത്തിരുന്നു മൃഗങ്ങൾ ഇവിടെ വരുന്നതിന്, അവയുടെ നേരെ അമ്പ ചെയ്യുന്നതിന് അവസരം പാർത്തിട്ട്. അഥാന്ധകാരേതോ അശ്രോഷം ജലേ കുംഭസ്യ പൂര്യത. അങ്ങനെ ഇരുട്ടില് കുറേയേറെ നേരം കാത്തിരുന്നു കഴിഞ്ഞപ്പോഴേക്കും യഥാർത്ഥത്തില് ആരോ ഒരു മനുഷ്യൻ കുടം കൊണ്ടുവന്ന് ആ നദിയിലെ വെള്ളത്തിൽ മുക്കി വെള്ളം കോരുന്നതായിരുന്നു യാഥാർത്ഥ്യം. ഞാനത് മനസ്സിലാക്കിയില്ല. കാരണം ഈ കൊടുങ്കാട്ടില് ആരുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരവിടെ വരുമെന്നോ ഈ അർദ്ധരാത്രിയിൽ ഈ ഇരുട്ടത്ത് വന്ന് വെള്ളം കുടത്തിൽ നിറയ്ക്കുമെന്നോ ഞാൻ കരുതിയില്ല. യഥാർത്ഥത്തിൽ ആ കുംഭത്തില് വെള്ളം നിറയുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. അപ്പോ കണ്ടുകൊണ്ട് കാണാനാകുന്നില്ല, ഇരുട്ടാണ്. അജക്ഷുരു വിഷയഘോഷം വാരണസ്യേവ നർദ്ദത. ആനയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നി. എന്തുകൊണ്ടെന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, ദൂരെയാണ്, ഇരുട്ടിന്റെ മറവുണ്ട്. തന്റെ തുമ്പിക്കൈക്കുള്ളിലേക്ക് വെള്ളം ആനകൾ വന്നിട്ട് നിറയ്ക്കുകയാണ് എന്ന് എനിക്ക് തോന്നി. ആ ശബ്ദം എവിടെ നിന്നിട്ടാ വരുന്നത് എനിക്ക് കൃത്യമായിട്ടറിയാം. തതോഹം ശരമുദ്ധൃത്യ ദീപ്തം അശീവിഷോപമം ശബ്ദം പ്രതി ഗജപ്രേപ്സു അഭിലക്ഷ്യം അപാതയം. പിന്നെ ഞാൻ ഒരു നിമിഷം പോലും വൈകിച്ചില്ല. ഞാൻ ആവനാഴിയിൽ നിന്നിട്ട് അമ്പെടുത്തു. അമ്പിനെ വില്ലിൽ തൊടുത്തു. എങ്ങനെയുള്ള അമ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം തീക്ഷ്ണമായിട്ടുള്ള അമ്പ്, കുറുത്തുമുറുത്തതായ അമ്പ്, വിഷപ്പാമ്പിനേക്കാളേറെ അപകടകാരിയായ അമ്പ്, അശീവിഷോപമം. അങ്ങനെ അപകടകാരിയായിരിക്കുന്ന അമ്പ്, ആ അമ്പിനെ ഞാൻ വില്ലിൽ തൊടുത്തു. എന്നിട്ട് ശബ്ദം എവിടെ നിന്നിട്ടാണോ പുറപ്പെട്ടത് അവിടേക്ക് ശബ്ദം പ്രതി, ആ നാദത്തിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക്, ഗജമാണ് ആനയാണ് അതെന്നുള്ളതായ വിചാരത്തോടു കൂടിയിട്ട് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് ആ അമ്പ് വില്ല് കുഴിയെ കുലച്ച് വലിച്ച് ആ അമ്പ് വിട്ടു. ആ അമ്പ് എന്ന് ആ ആനയെ വീഴ്ത്തണം, അതായിരുന്നു എന്റെ ലക്ഷ്യം. അമുഞ്ചം നിശിതം ബാണം. ഞാൻ നിശിതമായിരിക്കുന്ന
മൂർച്ചയേറിയതായ ആ അമ്പിനെ ഞാൻ മോചിപ്പിച്ചു. ഞാൻ പ്രതീക്ഷിച്ചത് അമ്പേറ്റ് വേദനയോടുകൂടിയിട്ട് ചിഹ്നം വിളിക്കുന്ന ആനയുടെ ശബ്ദമാണ്. ആ ആനയുടെ കൂട്ടത്തിലുള്ളതായ മറ്റാനകൾ ഭയന്ന് കാടിനുള്ളിലേക്ക് കാട് ഞെരിച്ചുകൊണ്ട് ഓടുന്നതായ ശബ്ദവും, ഇത് രണ്ടും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇത് രണ്ടും ഉണ്ടായില്ല. പകരം ഞാൻ കേട്ടത് തത്രവാഗ് ഉഷസി വ്യക്ത പ്രാദുരാസീത് വനൗകസ ഹാഹേതി പതതസ്തോയേ ബാണാദ് വ്യഥിതമർമ്മണ. അപ്പോൾ ഒരു മനുഷ്യന്റെ വനൗകസ, കാട്ടില് പാർക്കുന്ന ഒരു മനുഷ്യന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. കാട്ടില് രണ്ടു തരം ആളുകളാണ് പാർക്കുക. ഒന്ന് കാട്ടിൽ തന്നെ നിവസിക്കുന്ന ആളുകൾ, വനവാസികൾ. വേറൊന്ന് ഋഷിമാര്, നാട്ടിൽ നിന്ന് തപസ് ചെയ്യാൻ വേണ്ടി, നാട്ടിലെ കോലാഹലങ്ങളിൽ നിന്ന് അകന്നു നിന്നാലല്ലേ തപസ്സിന് ഏകാഗ്രത കിട്ടൂ. ഇല്ലെങ്കിൽ ബന്ധുജനങ്ങളും മിത്രങ്ങളും വന്ന് പല പ്രകാരത്തില് പല കാര്യങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കും. അത് വരാതിരിക്കാനായിട്ട് കാനനത്തിൽ വന്ന് ശുഭകരമായൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ പർണശാല കെട്ടി വസിക്കുന്ന ആളുകൾ. ഇവർ രണ്ടു കൂട്ടരും വെള്ളമെടുക്കാൻ അങ്ങനെ നദീതീരത്ത് വരും. അങ്ങനെയുള്ള ഏതോ ഒരു മനുഷ്യന്റെ, വനവാസിയായ മനുഷ്യന്റെ നിലവിളിയാണ് ഞാൻ കേട്ടത്. ഹാഹേതി, ഇങ്ങനെ ഉറക്കെയുള്ളതായ നിലവിളി. എന്തുകൊണ്ടെന്നാൽ ബാണം അയാളുടെ മർമ്മങ്ങളെ പിളർക്കുന്നു, അയാളുടെ പ്രാണങ്ങളെ തടയുന്നു. അയാൾക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ളതായ അവസരത്തെ പോലും ആ ബാണം നിഷേധിക്കുന്നു. ആ അവസരത്തിൽ ഒരു മനുഷ്യന്റെ കണ്ഠത്തിൽ നിന്ന് ഏത് പ്രകാരത്തിലുള്ള വാക്ക്, ശബ്ദം ഉണ്ടാകുമോ അതാണ് ഞാൻ കേട്ടത്. ആ ശബ്ദം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. മനുഷ്യ ശബ്ദം കേട്ടിട്ട് ഞാൻ ഉടനെ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് അങ്ങോട്ട് ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. അപ്പോഴേക്കും ആ മനുഷ്യൻ ഉറക്കെ നിലവിളിയോടുകൂടിയിട്ട് ചോദിക്കുന്നതും കേട്ടു. കഥം അസ്മദ്വിധേ ശസ്ത്രം നിപതേച്ച തപസ്വിനി. എന്നെ പോലുള്ള ആളുകളില് ഞാൻ തപസ്വിയാണ്, തപസ് ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള എന്നെ പോലുള്ള ആളുകളില് എങ്ങനെയാണ് ഈ രീതിയിൽ ക്രൂരങ്ങളായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്? അതിന് കാരണം വേണ്ടേ? ശത്രുക്കളുടെ നേരെ അമ്പ് പ്രയോഗിക്കും, ആയുധങ്ങൾ പ്രയോഗിക്കും. അങ്ങനെയുള്ള ശത്രുതയുടെ യാതൊരു സാധ്യതയുമില്ലല്ലോ. ഞാനൊരു തപസ്വിയാണ്. അങ്ങനെയുള്ള ആളിന്റെ നേരെ എന്തിന് ഇങ്ങനെ പ്രയോഗിച്ചു? എങ്ങനെ പ്രയോഗിച്ചു? ഞാനാണെങ്കിൽ പ്രവിവിക്താം നദീം രാത്രവും ഉദാഹാരോഹമാഗത, ആളുകളൊന്നുമില്ലാത്തതായ നദീതീരത്തേക്ക് വന്നവനാണ് രാത്രിയില്. ഇവിടെ മനുഷ്യരാരും വരാറില്ല, കൊടിയ കാടാണ്. എന്തിന് ഈ രാത്രിയിലൂടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെള്ളം കുടത്തിൽ എടുത്തുകൊണ്ട് ആശ്രമത്തിലേക്ക് പോകുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ അമ്പുകൊണ്ട് ഇതാ അതിക്രമിച്ചിരിക്കുന്നു. ഇഷുണാ അഭിഹതക്കേന കസ്യവാ അപകൃതം മയ. ആരാണ് എന്റെ നേരെ ഈ അമ്പ് പ്രയോഗിച്ചത്? അങ്ങനെ അമ്പ് പ്രയോഗിക്കണമെങ്കിൽ ഞാൻ ഏതെങ്കിലും പ്രകാരത്തിലുള്ളതായ ഉപദ്രവം ആ ആളിന് ചെയ്തിട്ടുണ്ടാകണമല്ലോ. ഞാൻ ആർക്കാണ് ഈ ജീവിതത്തിൽ ഉപദ്രവം ചെയ്തിട്ടുള്ളത്? ഈ ലോകത്ത് ഒരു മനുഷ്യജീവിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. മനുഷ്യജീവി പോകട്ടെ, ഒരു മൃഗത്തെയോ ഒരു പക്ഷിയെയോ ഒന്നിനെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഈ ഋഷിമാര് ആശ്രമങ്ങളില് ഭക്ഷണം പാകം ചെയ്യാൻ മരത്തിൽ നിന്നിട്ട് കൊമ്പ് മുറിക്കില്ല, ഉണങ്ങിയ കമ്പുകൾ ശേഖരിച്ചു കൊണ്ടുപോയി അത് വെച്ചാണ് തീ വറ്റിക്കുന്നത്. അങ്ങനെ മരത്തെ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപദ്രവിക്കാത്ത അങ്ങനെയുള്ള അത്യന്തം ശാന്തമായ ജീവിതം, അങ്ങനെയുള്ള ഞാൻ ആർക്കാണ് ഉപദ്രവം ചെയ്തിട്ടുള്ളത്?
ഋഷേർഹി ന്യസ്തദണ്ഡസ്യ വനേ വന്യേന ജീവത. ഞാൻ ഋഷിയാണ്, ആയുധം ഉപേക്ഷിച്ചവനാണ്. ഒരു പ്രകാരത്തിലുള്ളതായ ആയുധവും യുദ്ധായുധവും പണിയായുധവും ഒന്നും തന്നെ ഉപയോഗിക്കാത്തവനാണ് ഞാൻ. ഈ വനത്തിൽ നിന്നിട്ട് വന്യമായിട്ടുള്ള പഴങ്ങൾ കിട്ടും, കിഴങ്ങുകൾ കിട്ടും, പച്ചിലകൾ കിട്ടും, വെള്ളം കിട്ടും. അതുകൊണ്ട് മാത്രം കഴിയുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ നേരെ എന്തിന് ഇങ്ങനെ ആയുധം പ്രയോഗിച്ചു? കഥം नु ശസ്ത്രേണ വധോ മദ്വിധസ്യ വിധീയതേ. അങ്ങനെ എന്നെ പോലുള്ള ആളുകളുടെ നേരെ ആയുധം കൊണ്ട് ഈ പ്രകാരത്തിലുള്ളതായ ക്രൂരമായിട്ടുള്ള കർമ്മം അത് എങ്ങനെയാണ് ചെയ്യപ്പെടുക? വധം എങ്ങനെയാണ് ചെയ്യപ്പെടുക? ഈ അമ്പ് തറഞ്ഞു കയറിയിരിക്കുന്നു. അതിനി വേറൊരു മരുന്നില്ല, രക്ഷാമാർഗം ഒന്നുമില്ല, മരണം മാത്രമേ ഉള്ളൂ. വധിക്കാൻ വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നതാണിത്. ഇങ്ങനെയുള്ളതായ ക്രൂരകർമ്മം എന്തിന് എന്റെ നേരെ പ്രയോഗിച്ചു? ഇങ്ങനെ ആ മുനി നിലവിളിക്കുന്നു. ഈ ശബ്ദമാണ് ഇരുട്ടത്ത് ഞാൻ കേൾക്കുന്നത്. ജഡാഭാരധരസ്യൈവ വൽക്കലാജിനവാസസ. ഞാൻ ജഡധരിച്ചവൻ. ശിരസില് ഞാൻ ജഡയുടെ ഒരു വലിയ ഭാരം തന്നെ ചുമക്കുന്നു. പിന്നെ എന്താ വസ്ത്രമായി ധരിച്ചിരിക്കുന്നത്? വൽക്കലം, മരൗരി. അതേപോലെ തന്നെ മൃഗങ്ങളുടെ തോല്, ഇതാണ് വസ്ത്രമായി ധരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള എന്റെ നേരെ ആർക്കാണ് ആയുധം പ്രയോഗിക്കാൻ തോന്നുക? സമ്പത്ത് കയ്യിലുള്ളവന്റെ നേരെ. പലരും ആയുധം പ്രയോഗിച്ചു എന്ന് വരും. എന്തിനാ? സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി. എനിക്ക് ആകെയുള്ളത് സമ്പത്തായിട്ടുള്ളത് ഈ ജഡയും ഈ വൽക്കലവും മാത്രം. ഇത് ആർക്കും സുലഭമായിട്ട് കാട്ടിൽ നിന്ന് കിട്ടുന്നതുമാണ് ഈ വൽക്കലാദികളൊക്കെ. അങ്ങനെയുള്ള എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ആരോടാണ് ഞാൻ അപകാരം ചെയ്തിട്ടുള്ളത്?